ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ജയചാമരാജേന്ദ്ര ആർട്ട് ഗാലറിയാണ്. അപ്പോൾ മൈസൂരിൽ ഇന്ന് നമ്മൾ രണ്ടാം ദിവസമാണ്. ആദ്യം തന്നെ നമ്മൾ പള്ളിയിലാണ് പോയത്. സെൻറ്റ് ഫിലോമിന ചർച്ചിൽ പോയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ പോകുന്ന സ്ഥലമാണ് ജയചാമരാജേന്ദ്ര ആർട്ട് ഗാലറി. ഇതിൻ്റെ സൈഡിലാണ് കേട്ടോ എൻട്രൻസ് ഉള്ളത്. അപ്പോൾ ഇതിവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. വലിയവർക്ക് അഡൽട്ട്സിന് 20 റുപ്പീസും കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കിടക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാവുന്ന പെയിൻറ്റിങ്സ് ആണ്. ഇത് ചെറിയ അരിമണിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ഓരോന്നും മൈക്രോസ്കോപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത്രയും നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളും പിന്നെ അന്നത്തെ കാലത്തുള്ള കുറേ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ ഇവിടെയുള്ളത്. മുന്നേ ഇതൊരു പാലസ് ആയിരുന്നു. ജഗ്മോഹൻ പാലസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണരാജ വോഡയാർ മൂന്നാമൻ്റെ കാലത്ത് അവർ താമസിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് വസതിയാണ് കേട്ടോ. ഈ പാലസിൽ അവർ കുറച്ചു കാലം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ജഗ്മോഹൻ പാലസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ഒരു പേരിൻ്റെ പഴയ ഓർമ്മയിൽ വെച്ചിട്ട് ഇപ്പോൾ ജഗ്മോഹൻ ആർട്ട് ഗാലറി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. രാജാ രവിവർമ്മയുടെ ഒറിജിനൽ 16ഓളം ചിത്രങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കൊട്ടാരത്തിന് 3 നിലകളാണ് ഉള്ളത്. അവിടെ തന്നെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കടക്കാൻ പറ്റാത്തതുണ്ട്. നമുക്ക് കടക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അവർ കയറ് കെട്ടി വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സെക്ഷനിലും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. മുന്നേ ഇവിടെ വീഡിയോയും ഫോട്ടോയൊക്കെ അലൗ ചെയ്തിരുന്നു എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ അങ്ങനെ സമ്മതിക്കുന്നില്ല. അവർ വീഡിയോയും ഫോട്ടോയൊക്കെ ഈ സെക്യൂരിറ്റി നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് എടുക്കണ്ടെന്ന്. അപ്പോൾ നമ്മൾ അധികമൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ളത് പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ഒത്തിരി പെയിൻറ്റിങ്സ് കണ്ടു. രവിവർമ്മയുടെ മാത്രമല്ല കുറേ പേരുടെയും പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ അതുപോലെ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുറച്ച് നാണയങ്ങളും കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ അവരുടെ കുറച്ച് ഫർണിച്ചറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെയുള്ളത്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളധികം ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മൈസൂർ വരുമ്പോൾ എന്തായാലും ഈ ആർട്ട് ഗാലറി മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്ന സ്ഥലം നമ്മുടെ ടിപ്പു സുൽത്താനൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന ഗുംബസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഒരു 20ഓളം കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഗുംബസിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.